രമേശ് ചെന്നിത്തലയെ ചെയർമാനാക്കിക്കൊണ്ട് കേന്ദ്ര ഹൈക്കമാൻഡ് മല്ലികാർജുന ഖാർഗെ AICCയുടെ പ്രസിഡന്റ് ഉത്തരവിറക്കിയിരിക്കുന്നു. നീട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജാവിൻ്റെ കാലത്ത് നീട്ട് പുറപ്പെടുവിക്കും പോലെ അവിടെ നിന്ന് രാജകൊട്ടാരത്തിൽ നിന്ന് ഡൽഹി രാജകൊട്ടാരത്തിൽ നിന്ന് നീട്ടിറക്കിയിരിക്കുന്നു. ആ നീട്ട് പ്രകാരം രമേശ് ചെന്നിത്തലയാണ് പ്രചരണ സമിതിയുടെ ചെയർമാൻ. നല്ല ഉചിതമായ തീരുമാനം. കാരണം രമേശിന് അല്ലാതെ ഒരു പൊസിഷൻ ഇല്ലാതെ നിർത്തിയാൽ അതെങ്ങനെ തിരഞ്ഞെടുപ്പിലൂടെ രമേശിൻ്റെ അനുയായികൾ എങ്ങനെ പണി പറ്റിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊരു നല്ല തീരുമാനം. രണ്ടാമത് അതിനേക്കാൾ അതിമധുരം ആയിട്ടുള്ളൊരു തീരുമാനമാണ് ശശി തരൂരിനെ എന്താക്കിയിരിക്കുന്നത്, അതിൻ്റെ വൈസ് ചെയർമാൻ ആക്കിയിരിക്കുന്നത് പ്രചരണ സമിതിയുടെ. അത് കൊള്ളാം. ഷാഫി പറമ്പിലിനെയാണ് അതിൻ്റെ കൺവീനർ ആക്കിയിരിക്കുന്നത്. ഹൈബി ഈഡനും ദീപ്തി മേരി വർഗീസും അങ്ങനെ എല്ലാ ജാതിയിലെയും മതത്തിലെയും ആളുകളെയും, സ്ത്രീകളെയും, വനിതകളെയും, കുട്ടികളെയും, കുഞ്ഞുകുർമാലിനെയും, യൂത്തിനെയും, മൂത്തതിനെയും, ചെറുതിനെയും, വലുതിനെയും എല്ലാം ചേർത്തുള്ള ഒരു കമ്മിറ്റിയാണത്. ഇനി അത് കഴിഞ്ഞാൽ ബെന്നി ബെഹനാൻ ചെയർമാനായിട്ടുള്ള മറ്റൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ലിജു അടക്കമുള്ള CP ജോണൊക്കെ കാണാൻ സാധ്യതയുണ്ട്. കാര്യം പ്രകടന പത്രിക കമ്മിറ്റിയാണ്. അങ്ങനെ ഒരു പ്രകടന പത്രികയുടെ കമ്മിറ്റിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 സമിതി ഡൽഹിയിൽ നിന്നുണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രചരണ സമിതി. അവരായിരിക്കും മൊത്തം പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന സംസ്ഥാനത്ത്. അപ്പോൾ സംസ്ഥാനം മുഴുവൻ രമേശ് ചെന്നിത്തലയും സംഘവും പോകേണ്ടി വരും. അവർ ഹരിപ്പാട് മത്സരിക്കും. അത് പണ്ട് KM മാണി പാലായിൽ മത്സരിക്കുമെങ്കിലും പാലായിൽ അങ്ങനെ പോയിട്ടില്ല. മുഴുവൻ കേരളം മുഴുക്ക സഞ്ചരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ മാളയിലെ മാണിക്യമായ കരുണാകരൻ മാളയിൽ അങ്ങനെ പോകാറേ ഇല്ല. കൂടുതലും കേരളം മുഴുക്ക സഞ്ചരിച്ച് വോട്ട് പിടിക്കും. നയനാർ തൃക്കരിപ്പൂർ പോകാറേ ഇല്ല. നാട് മുഴുക്ക നടന്ന് പ്രസംഗിച്ച് വോട്ട് പിടിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയാണ്. പിണറായിയിലോട്ട് പോകാറില്ല. നാട് മുഴുക്ക ഓടി നടന്നു. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ പോകാറില്ല. അവർ നാട് മുഴുക്ക പോകും. വലിയ നേതാക്കളാണ്. വയലാറിനെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുപോലെ രമേശ് ചെന്നിത്തല കേരളം മുഴുക്ക ഓടി നടന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അദ്ദേഹത്തിന് പങ്ക് കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രചരണ പരിപാടികളിൽ പങ്ക് കാണും. എല്ലാ അർത്ഥത്തിലും രമേശ് ചെന്നിത്തല ഈ ഇലക്ഷനിൽ ചുക്കാൻ പിടിക്കുന്നു. അദ്ദേഹം ചുക്കാൻ പിടിച്ചതുകൊണ്ട് നേരത്തെ കോഴിക്കോട് ഒരു കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തിനെയും അവർക്ക് UDFിലേക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു. കോർപ്പറേഷനെ സമ്പൂർണ്ണമായി UDFിൽ വലിയ അപ്പർ ഹാൻഡ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. അത് രമേശ് ചെന്നിത്തലയുടെ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റാണ്. അതുപോലെ കൊച്ചിയിൽ VD സതീശൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റാണ് കൊച്ചി കോർപ്പറേഷൻ UDF പിടിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ K മുരളീധരൻ്റെ ഈ ഇലക്ഷൻ മാനേജ്മെൻറ്റാണ് നടന്നത്. അത് 10 സീറ്റ് എന്നുള്ളത് 20 സീറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അപ്പോൾ ഇവരെല്ലാം ചാമ്പ്യന്മാരാണ്. ഈ ചാമ്പ്യന്മാരുടെ ഒരു സംഘം തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊരു സംശയം നിൽക്കുന്നത് മുരളീധരന് ഒരു സീരിയസ് ആയിട്ടുള്ള റോൾ കൊടുത്തിട്ടില്ല. അതിന് എന്തെങ്കിലും കൊടുക്കുമായിരിക്കും. പക്ഷേ പ്രചരണ സമിതിയുടെ ചെയർമാനായി വെച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയും വൈസ് ചെയർമാനായി ശശി തരൂരിനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ശശി തരൂരിനെയും കൃത്യമായി ക്ലബ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ നന്നായി പിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ടീം നല്ല ടീമാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ വിജയിപ്പിക്കുവാനുള്ള കപ്പാസിറ്റിയുള്ള ടീമാണ് UDF. അങ്ങനെ ഒരടി കൂടി വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു. CPMന് അങ്ങനെ ഒരു സംവിധാനമൊന്നുമില്ല. BJPക്ക് പ്രചരണ സമിതി വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.